ആണെങ്കിൽ നാളെ എല്ലാവരും UPയുടെ എക്സാമിന് വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ഇപ്പോൾ ഈ ക്ലാസ് വെച്ചത്. വേറൊന്നുമല്ല, നാളെ പോകുന്ന പരീക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പരീക്ഷാ ഹാളിലായിരിക്കുമ്പോഴും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ജനറലായിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പോൾ ഈ ക്ലാസ് വെച്ചത്. ഓക്കെ, ആദ്യമേ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എല്ലാവരും എടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. PSCയുടെ സൈറ്റിൽ നിന്നും നിങ്ങൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ഈ ഫസ്റ്റ് പേജ് മാത്രം കൊണ്ടുപോയാൽ മതി കേട്ടോ. അതിന് 3 പേജുണ്ട്, നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 പേജോളം കിട്ടും. അതിൽ ഈ ആദ്യം കാണുന്ന ഫസ്റ്റ് പേജ് മാത്രമേ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ. ബാക്കി 2 പേജ് ആവശ്യമില്ല. ആ ഹാൾ ടിക്കറ്റിന് കൂട്ടത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഒറിജിനൽ ID കാർഡ് കേട്ടോ, ഒറിജിനൽ ID കാർഡ് തന്നെ കൊണ്ടുപോകണം. ഒറിജിനൽ അല്ലാതെ സ്കാൻഡ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുത്ത് നമ്മൾ സ്വയമേ ലാമിനേറ്റ് ചെയ്തെടുത്തോ ആയിട്ടുള്ളത് കൊണ്ടുപോകരുത്. ഒറിജിനൽ ID കാർഡ് ഏതാണോ ആ ID കാർഡും നിങ്ങൾ ഇന്ന് തന്നെ എടുത്ത് നിങ്ങൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകേണ്ട ബാഗിലെടുത്ത് വെക്കുക. കൂടാതെ നീല അല്ലെങ്കിൽ കറുപ്പ്, ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെന്ന് വേണം എഴുതാൻ കേട്ടോ. ബോൾ പെന്ന് വെച്ചാണ് എഴുതാൻ. ഇങ്ക് പേനയോ അതുപോലെ പേനകളൊന്നും അനുവദിക്കുന്നതല്ല, അത് പടരാനുള്ള സാധ്യത ഉണ്ടാവുകൊണ്ട് തന്നെ നീല അല്ലെങ്കിൽ കറുത്ത ബോൾ പേന മാത്രമേ പരീക്ഷാ ഹാളിൽ അനുവദിക്കുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ കയറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വാച്ചോ വാട്ടർ ബോട്ടിലോ കാൽക്കുലേറ്ററോ ഫോണോ ഒന്നും തന്നെ അനുവദിക്കത്തില്ല. അതെല്ലാം നമ്മുടെ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു ക്ലോക്ക് റൂമുണ്ട്. ആ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ. നമുക്കറിയാം, നാളെ ഉച്ച കഴിഞ്ഞ് 1:30ക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:30ക്ക് തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങും. നമ്മൾ തന്നെയാണോ എന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ID ചെക്കിംഗ് ഒക്കെയാണ്, ഹാൾ ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെയാണ് ഇൻവിജിലേറ്റർ വന്നിട്ട്. സോ 1:30ക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1:30ക്ക് ശേഷം അവർ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 1:15 മണിയോട് കൂടി തന്നെ, മാക്സിമം ഒരു 1 മണി 1:15 കൂടി തന്നെ പരീക്ഷാ ഹാളിൽ എത്തി സമാധാനത്തിലായിരുന്ന് ക്ലോക്ക് റൂമിലൊക്കെ സാധനങ്ങൾ വെച്ച് നമ്മൾ ഏത് സ്കൂളാണാവോ അല്ലെങ്കിൽ എവിടെയാണോ സെൻറ്റർ, ആ സെൻറ്ററിൻ്റെ വാതിൽക്കൽ തന്നെ നമ്മുടെ റോൾ നമ്പർ കാണും. റോൾ നമ്പർ അനുസരിച്ച് അലോട്ട് ചെയ്തിട്ടുള്ള റൂം ചൂസ് ചെയ്ത് അതിൻ്റെ വാതിൽക്കൽ തന്നെ ആയിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം പറഞ്ഞു. ഹാൾ ടിക്കറ്റും ഒറിജിനൽ ID കാർഡും ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പേന മാത്രമേ പരീക്ഷാ ഹാളിലോട്ട് കയറ്റത്തുള്ളൂ. ബാക്കി ഒരു സാധനങ്ങളും പരീക്ഷാ ഹാളിലോട്ട് കയറ്റുകയില്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുത്ത് നോക്കി നിങ്ങൾക്ക് ഈ സാധനം തന്നെ കാണാനായിട്ട് സാധിക്കും. ഒറിജിനൽ ID കാർഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകണം. അതുപോലെ തന്നെ എക്സാമിനേഷന് 15 മിനിറ്റ് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. മസ്റ്റ് 15 മിനിറ്റ്സ് ബിഫോർ ദി എക്സാമിനേഷൻ, അതായത് 1:15 കൂടി നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ അനുസരിച്ചുള്ള സീറ്റിൽ നമ്മൾ ഒക്യുപ്പൈ ചെയ്തിരിക്കണം. നമ്മുടെ സീറ്റ് നമ്പറിൽ ഇരിക്കുന്ന ബെഞ്ചാണേലും ചെയറാണേലും അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വേണം നമ്മൾ ഇരിക്കുവാൻ. അതുപോലെ തന്നെ പരീക്ഷ 1 തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1:30ക്ക് കയറിയാൽ സമയം തീരാതെ നമ്മളെ ഇറക്കി വിടുകയില്ല. അല്ല നമ്മുടെ UG PG പരീക്ഷ പോലെ ഞാൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി പോരാൻ പറ്റത്തില്ല. എല്ലാവരും എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. 100 ക്വസ്റ്റ്യനാണ് ആകെയുള്ളത്. ഒരു ക്വസ്റ്റ്യന് 45 സെക്കൻഡ് ചെയ്യാനായിട്ടുള്ളൂ. സോ അതിനനുസരിച്ചുള്ള സമയം മാനേജ് ചെയ്ത് തന്നെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആദ്യം ചെയ്തു പോവുക. OMRൽ ചാടിക്കയറി അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാടിക്കയറി ഇപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ വായിച്ചത്, ചാടിക്കയറി 5ാമത്തേന് പോയി കറപ്പിക്കരുത്, അതും പ്രശ്നമാകും. ഇങ്ങനെ ഒരു OMR ഷീറ്റായിരിക്കും നിങ്ങൾക്ക് നാളെ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്കറിയാം നമ്മുടെ പരീക്ഷ പേപ്പർ വരുന്നത് ABCD എന്ന് പറയുന്ന 4 കോഡിലാണ് പരീക്ഷാ പേപ്പർ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന OMR ഷീറ്റും ഇതുപോലെ A B കണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ B ആണെങ്കിൽ B, C ആണെങ്കിൽ C, D ആണെങ്കിൽ D എന്നിങ്ങനെ കോഡ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന സീറ്റ് ഫസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിൽ നിങ്ങൾക്കിപ്പം A എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ Z 79201 എന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോഡ് ഇതുമായിട്ട് ഒത്തു നോക്കുക, A തന്നെയാണോ നോക്കുക. ഇവിടെ നമ്മുടെ സീറ്റ് നമ്പറിൽ B ആണെങ്കിൽ ആ കിട്ടുന്ന ചോദ്യപേപ്പർ അതുപോലെ തന്നെ കിട്ടുന്ന OMR ആൻസർ ഷീറ്റും B തന്നെയാണോ സെറ്റ് നോക്കുക. അങ്ങനെ സെറ്റ് നിങ്ങൾ വെച്ച് നോക്കുക. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് തുടങ്ങാവുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ക്ലാസ്സിൽ വരുന്ന ഇൻവിജിലേറ്ററോട് ചോദിക്കണം. അവർ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങളെ ഗൈഡ് ചെയ്യും.
ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇസഡ് ആണ്. ഈ ഒരു കോളത്തിൽ ഇസഡ് എഴുതണം. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇപ്പം 790124 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഇങ്ങനെ എഴുതി. അതിനുശേഷം ഇവിടെ 7 നേരെ കറുപ്പിക്കുക, ഇവിടെ 9 നേരെ കറുപ്പിക്കുക, ഇവിടെ 0 നേരെ കറുപ്പിക്കുക, ഇവിടെ 1 നേരെ കറുപ്പിക്കുക, ഇവിടെ 2 നേരെ കറുപ്പിക്കുക, ഇവിടെ 4 നേരെ കറുപ്പിക്കുക. ഇങ്ങനെയും കൂടി ബബിൾ ചെയ്യണം. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊണ്ട് നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാം. ഇപ്പം 24/08/1996 ആണെങ്കിൽ ഈ കോളത്തിലേക്ക് തെറ്റിക്കാതെ എഴുതുക. ആദ്യം എഴുതേണ്ടത് ഡേ ആണ്, രണ്ടാമത് എഴുതേണ്ടത് മന്ത് ആണ്, മൂന്നാമതാണ് ഇയർ ഫുള്ളായിട്ട് എഴുതേണ്ടത്. ഇനിയും നെയിം ഫോർ പോസ്റ്റ് വിച്ച് എക്സാമിനേഷൻസ് കണ്ടക്റ്റഡ് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൻ്റെ അടിയിലുണ്ട്, കണ്ടോ? ഏതാണ്? 708/2023 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. എന്താണ്? 707/2023 UP സ്കൂൾ എക്സാമിനേഷൻ. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിനകത്ത് ആ സംഭവം കിടപ്പുണ്ടോ? UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എന്ന് എഴുതി വെച്ചാൽ മതി. ഇതിൻ്റെ പുറകോട്ടുള്ളത് എഴുതണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണ്ട കേട്ടോ. 707/2023 UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എന്ന് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചാൽ മതി. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നമുക്കറിയാം. നാളത്തെ ഡേറ്റ് എഴുതണം. 06/07/2024 ഇത് വേണം ഇതിൻ്റെ അകത്ത് കൊണ്ട് എഴുതുവാൻ. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ OMR ഷീറ്റ് നിങ്ങൾ വരച്ച് തെറ്റിപ്പോയാൽ വേറെ തരികില്ല കേട്ടോ. വേറെ OMR ഷീറ്റ് തരത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കേട്ടോ. 2 തവണ ആദ്യത്തെ അരമണിക്കൂർ തരുന്നത് OMR ഷീറ്റ് തെറ്റിക്കാതെ ചെയ്യാനാണ്. പ്രത്യേകിച്ച് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പോസ്റ്റും ഡേറ്റ് ഓഫ് എക്സാമിനേഷനും ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് ഒരു OMR ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ തരത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് ഇത് കീറിയാണ് കൊടുക്കുന്നത്. ആദ്യമേ വലിച്ച് കീറാൻ നിൽക്കരുത്. അവസാനം പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം ഒന്ന് മടക്കി വെച്ചേക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മുറിക്കാന്ന് പറഞ്ഞൊരു കോഡ് കണ്ടോ ഇവിടെ കണ്ടോ. ഇതിൽ നിങ്ങൾ കീറി കൊടുക്കണം. ഈ കാണുന്ന ബാർകോഡ് സ്കാൻ ചെയ്താണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിസൾട്ടെല്ലാം പ്രൊസീഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി മടക്കി കൃത്യമായി തന്നെ കീറുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ആക്രാന്ത മുത്ത് വലിച്ചു കീറി ഈ കാണുന്ന OMR ഈ കാണുന്ന QR കോഡ് എങ്ങാനും കീറിപ്പോയാൽ വാല്യൂ ചെയ്യത്തില്ല കേട്ടോ. അതൊരു നെഗറ്റീവാണ്. നമ്മുടെ മാർക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇൻവാലിഡ് OMR ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. പിന്നെ ഉള്ളത് ഇപ്പുറത്തെ സൈഡാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ABCD കിടക്കുന്നത്. അതിലിപ്പം B ആണ് ആൻസർ എങ്കിൽ B മാത്രം കറുപ്പിക്കുക. ഇപ്പം നിങ്ങൾക്ക് 2 അറിയത്തില്ല, നിങ്ങൾ ആൻസർ 3ലേക്കാണ് വായിച്ചതെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് 2 അല്ല കറുപ്പിക്കേണ്ടത്, 3 ആണ് കറുപ്പിക്കേണ്ടത് കേട്ടോ. OMR ഷീറ്റ് ശ്രദ്ധിച്ച് വേണം കറുപ്പിക്കാൻ. ആകെ നമുക്കെല്ലാം കിട്ടുന്ന സമയം 1.5 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ അടുത്തേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറും OMRലുള്ള ഇതിങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നുണ്ട്. ഒബ്വിയസ്ലി കൺഫ്യൂസിങ് വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നേരത്തെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അയച്ചു തന്ന ഒരു സാധനമാണ് ഈ പറയുന്ന OMR ഷീറ്റ്. അതുകൊണ്ട് തന്നെ നോക്കണം, ഈ സാധനം തന്നെയാണ് നിങ്ങൾക്ക് നാളെ പരീക്ഷാ ഹാളിൽ ചെന്നാൽ കിട്ടുന്നത്. ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ ഒഴിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ അഞ്ചാമത്തെ ഇപ്പോൾ 3 രീതി നിങ്ങളിനി 7 ആണ് ചെയ്യുന്നതെങ്കിൽ 4, 5, 6 അറിയത്തില്ല, 7 ആണ് ചെയ്യുന്നതെങ്കിൽ 7 തന്നെ വന്ന് കറുപ്പിക്കുക കേട്ടോ. 7ൻ്റെ D ആണെങ്കിൽ 7D തന്നെ ഇവിടെ വന്ന് കറുപ്പിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ചാടി കയറി 4ലോ 5ലോ 6ലോ കറുപ്പിച്ചാൽ വീണ്ടും അത് വെട്ടിത്തിരുത്താൻ പറ്റത്തില്ല കേട്ടോ. വൺസ് ഇറ്റ് ഈസ് മാർക്ക് ഇറ്റ് ഈസ് മാർക്ക്. പിന്നെ അത് മാറ്റാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ അതും OMR ഷീറ്റിൻ്റെ അകത്തുള്ള ഇൻവാലിഡ് റീസൺസ് ആയിട്ട് അവർ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് OMR ഷീറ്റിൽ വന്നിട്ട് കൃത്യം എവിടെയാണാവോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് അവയെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എഴുതുവാൻ കേട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ എഴുതി മുമ്പോട്ട് പോവുക. അല്ലാതെ ഒന്നും അറിയത്തില്ലെന്ന് ഓർത്തിങ്ങനെ ഇരിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ കിട്ടിയ പാടെ മറിച്ച് നോക്കുക. എല്ലാ പേജും ഉണ്ടോ, പ്രിൻറ്റിങ് എററോ അതേപോലെ തന്നെയുള്ള എററോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. ഫസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് മാറുക. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, കണക്കൊക്കെ ചെയ്ത് നോക്കാൻ. അതിൻ്റെ പുറകിൽ സ്പേസ് ഫോർ റഫ് വർക്ക് എന്നൊരു എക്സ്ട്രാ ഇടയുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ചെയ്ത് നോക്കാം. അതിനൊന്നും കുഴപ്പമില്ല. അതല്ലാതെ OMR ഷീറ്റിൽ യാതൊരു കുത്തോ കുറിയോ കണക്ക് കൂട്ടലോ ഒന്നും കാണരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ബുക്കിലിനകത്ത് നിങ്ങൾ എന്നാ വേണേൽ കാണിച്ചോ.
വേറൊന്നും നിങ്ങൾ ഈ OMR ഷീറ്റിനകത്ത് ദൈവത്തെ ഓർത്ത് കാണിക്കരുത്, അത് ഇൻവാലിഡായിട്ട് മാറും. പിന്നെ ഏറ്റവും അവസാനം ഇത് കീറി കൊടുക്കുമ്പോൾ പാർട്ട് എ വേറെ കണ്ടു, ഇത് കണ്ടോ, ഇത് പാർട്ട് എ, ഇത് പാർട്ട് ബി, രണ്ടും രണ്ടായിട്ട് വേണം ടീച്ചർമാരിൽ അല്ലെങ്കിൽ സാറുമാർ അവിടെ നിൽക്കുന്ന ക്ലാസ് ടീച്ചറിൽ ഇൻവിജിലേറ്ററിൽ കീറി കൊടുക്കാൻ. അല്ലാതെ ഒരുമിച്ച് അതും കൊടുക്കരുത്, രണ്ടും കീറി ഉറപ്പാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ക്ലാസ് റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ. OMR ഷീറ്റ് എന്താണ് ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും തെറ്റുകൾ വരുത്തരുത് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ടെൻഷൻ മൂത്ത് നമ്മൾ അപ്പോൾ ഇവിടെ എല്ലാം പോയി കറപ്പിക്കും. നമ്മൾ ഈ ഇരിക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കത്തില്ല പരീക്ഷകൾ കയറി കഴിയുമ്പം. സമയം ഒന്നാമത്തെ കാര്യം ക്ലോക്കില്ല, വാച്ച് കാണാൻ പറ്റത്തില്ല. ടീച്ചർമാരോട് ചോദിച്ചാൽ അവർ പറയും 15 മിനിറ്റ്, ഓരോ 15 മിനിറ്റിലും അവസാനത്തെ 15 മിനിറ്റ് ആകുമ്പോൾ ഒരു ബെല്ലടിക്കും, 10 മിനിറ്റ് ആകുമ്പോൾ ഒരു ബെല്ലടിക്കും, ലാസ്റ്റ് മിനിറ്റ് ബെല്ലടിക്കത്തുള്ളൂ. അതുവരെ നമുക്ക് സമയത്തെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്ത് മാറുക. പിന്നെ നമ്മുടെ മാത്സ് പോലുള്ള വിഷയങ്ങളിലേക്ക് വന്നിരിക്കുക കേട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അറിയാത്ത സബ്ജക്റ്റുകളിലേക്ക് വരിക. ഗണിതം പോലുള്ള വിഷയങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും അവസാനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടിയേ അടങ്ങുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെൻ്റെ അകത്തിരുന്നാൽ 1 മാർക്കിന് വേണ്ടി ഇരുന്ന് 99 മാർക്കോടെ വായിക്കാതെ വെറുതെ കളയും. അതുകൊണ്ട് തന്നെ എന്നാ സംഭവിക്കും, ഒന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യണം, അവസാനത്തേക്ക് വെക്കുക. പക്ഷെ സമയം ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിന്നും സേവ് ചെയ്ത് വേണം അവസാനമുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ വരും. ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ നമുക്കറിയാം കോംപ്രിഹെൻസീവ് പാരഗ്രാഫൊക്കെ ചോദിക്കും. അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് അടുത്ത് സമയം നമുക്ക് വേണ്ടി വരുന്നതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലും ഒക്കെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇട്ടിട്ട് പോവുക. ഇപ്പം നമുക്കറിയാം നമ്മൾ UP എക്സാം നമ്മൾ പറഞ്ഞല്ലേ 60-ന് മേളിൽ വേണം കട്ട് ഓഫ്. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആവറേജ് നോക്കിയാൽ 60-ന് മേളിൽ കിട്ടിയാൽ നമുക്ക് കട്ട് ഓഫ് കയറി പറ്റാമെന്ന് പറ്റൂ. പക്ഷേ നിങ്ങൾ നാളെ ടാർജറ്റ് എൻ്റെ 60 പറഞ്ഞ പരീക്ഷകൾ ഇരിക്കരുത്. കാരണം ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പർ കട്ടിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഈ ടാർജറ്റുള്ള 60 വെച്ചുകൊണ്ട് നിങ്ങൾ ചാടി കയറി എല്ലാം കറപ്പിച്ചു, 60-ന് 80 അങ്ങ് കറപ്പിച്ചു കേട്ടോ, 80 ആൻസർ നിങ്ങൾ കറപ്പിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര കട്ടിയായിരുന്നു. നിങ്ങൾ പരീക്ഷാ കളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കട്ട് ഓഫ് കുത്തനെ താന്നു, അതായത് ഒരു 30-35 റേഞ്ചിലേക്ക് താന്നു. അപ്പോൾ എന്നാ സംഭവിച്ചു, നമ്മൾ നെഗറ്റീവ് മാർക്ക് വാരിക്കൂട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങൾക്ക് പരീക്ഷ പാടാണെങ്കിൽ എല്ലാവർക്കും അത് പാടാം, നിങ്ങൾക്ക് പരീക്ഷ എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും അത് എളുപ്പമാണ്. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. അല്ലാതെ കട്ട് ഓഫ് 60 വേണമെന്ന് പറഞ്ഞുകൊണ്ട് 60-ന് മേളിൽ പിടിക്കാനായിട്ട് കണ്ണി കാണുന്ന എല്ലാം കയറി മാർക്ക് ചെയ്താൽ എത്രയാണ് നമുക്കറിയാം, 0.33 മാർക്ക് വെച്ച് ഒരെണ്ണം തെറ്റിയാൽ കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ നേടിയെടുത്ത 1 മാർക്ക് നിങ്ങളവിടെ കുറയും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് അറിയാവുന്നത് മാത്രം കേട്ടോ കറപ്പിക്കാനായിട്ട് പ്രത്യേകം നോക്കുക. മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 എണ്ണം അത്രയൊക്കെ തെറ്റി വരുത്താവുള്ളൂ കേട്ടോ. 3 അല്ല 4, മാക്സിമം ഒരു മാർക്കൊക്കെ കളയാവുള്ളൂ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങിച്ച മാർക്കാണ് 3 ക്വസ്റ്റ്യൻ വരെ തെറ്റിച്ചു കേട്ടോ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം. ഉറപ്പില്ലെങ്കിൽ അത് അടയാളപ്പെടുത്താൻ പോകരുത് കേട്ടോ. ഉറപ്പില്ലാത്ത ഒരു ക്വസ്റ്റ്യനും ചാടിക്കയറി അടയാളപ്പെടുത്തരുത്, നമ്മളെ നാശത്തിലേക്ക് അത് കൊണ്ടുപോകും കേട്ടോ. ഉള്ള കട്ട് ഓഫിനകത്ത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ 0.33ക്കും 0.66 മാർക്കിനായിരിക്കും നമ്മൾ ജസ്റ്റ് പുറകിൽ പോകുന്നത്. അപ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സും നമുക്കുള്ള വാശിയും വൈരാഗ്യം ഇറക്കി വെക്കുക. സാധാരണ ഒരു മനുഷ്യനെ പോലെ വേണം പരീക്ഷാ ഹാളിലിരുന്ന് പെരുമാറാൻ. പരീക്ഷ പേപ്പർ എനിക്ക് പാടാണെങ്കിൽ എഴുതുന്ന എല്ലാവർക്കും അത് പാടാം. അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റിലും നോക്കിയാൽ മതി പരീക്ഷ ഹാളിൽ, അതെല്ലാവരും ഇരുന്ന് വിയർക്കുന്ന കാണാം കേട്ടോ. അല്ലാതെ അവിടെ 60 മാർക്ക് കട്ട് ഓഫ് വാങ്ങിക്കണമെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് ചാടി കയറി 80 എണ്ണം കറപ്പിച്ചിട്ട് 60 പിടിക്കാന്നുള്ള ചിന്താഗതി അവിടെ ചെയ്യരുത്. അത് വെറും മണ്ടത്തരമാണ് കേട്ടോ. അതിന് കട്ട് ഓഫ് ഒപ്പം താഴും കേട്ടോ, അതോർത്ത് പേടിക്കണ്ട. കട്ട് ഓഫ് താഴും, നമ്മൾ ഒരു 35-30 റേഞ്ചിലേക്ക് കട്ട് ഓഫ് വീഴും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ നമ്മൾ പിടിക്കാൻ നോക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ അടിക്കണ്ട. അറിയാവുന്നത് മാത്രം എഴുതുക, അറിയാത്തത് ഇട്ട് കളയുക കേട്ടോ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചാൽ കിട്ടുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ അകത്ത് കാണും. അതൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പരീക്ഷകളിനകത്ത് വെള്ളം അനുവദിക്കത്തില്ല. ഇൻ കേസ് അത്രയ്ക്ക് എമർജൻസി ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം കേട്ടോ. വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അതിന് മുമ്പേ തന്നെ പോയിട്ട് വേണം കയറിയിരിക്കാൻ. അല്ലാതെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ടീച്ചറെ മേ ഗോ ടു വാഷ്റൂം വെച്ചാൽ അവർ ഇറങ്ങി പൊക്കോളാൻ പറയാ വഴിക്ക്. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കരുത്. മഴയൊക്കെയാണ്, നേരത്തെ പരീക്ഷാ ഹാളിൽ ചെല്ലണം കേട്ടോ. ഒരു കാരണവശാലും താമസിക്കരുത്. അവർ പരീക്ഷാ ഹാളിനകത്ത് നിങ്ങൾക്കറിയാലോ ഒരു പേപ്പർ തരും, നിങ്ങളുടെ ഫോട്ടോ വെച്ചൊരു പേപ്പർ തരും. ആ ഫോട്ടോയ്ക്കകത്ത്
നിങ്ങളുടെ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ അവർ വെട്ടി ആബ്സെൻ്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യും. അതിൻ്റെ തൊട്ട് പുറകെ മറ്റൊരു മെയിൻ ഓഫീസർ വന്ന് എത്ര പേര് പ്രസൻ്റായി എത്ര പേര് ആബ്സെൻ്റ് ആയി എന്നൊരു ലിസ്റ്റ് എടുത്തുകൊണ്ട് പോകും. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് തന്നെ നടക്കുന്ന കാര്യങ്ങളേത്. അവർ നമ്മുടെ പേപ്പർ ഇൻവിലേറ്റർ നമ്മുടെ പേപ്പർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. നമ്മുടെ ഐ ഡി കാർഡ് ആധാർ നമ്പറൊക്കെ നമുക്ക് വേറൊരു പേപ്പർ തരും. അതിൻ്റെ അകത്ത് നമ്മൾ എഴുതണം. അതിനുശേഷം നമ്മുടെ ഒപ്പ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊരു പേപ്പർ തരും. പരീക്ഷാ ഹാളിൽ കയറി അവരൊരു പേപ്പർ നമുക്ക് എല്ലാവരുടെ അടുത്ത് തരും. ഇപ്പം നമ്മുടെ ഫോട്ടോ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ കൂട്ടി വേണം നമ്മളിങ്ങനെ സൈൻ ഇടാൻ കേട്ടോ. ഫേസ് മറയരുത്. ഫോട്ടോയിൽ കൂട്ടി ഇങ്ങനെ സൈഡ് വഴി നമ്മൾ സൈൻ ചെയ്യണം. കൂടാതെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ആധാർ കാർഡ് ആണെങ്കിൽ തൊട്ടിപ്പുറം ഒരു ബ്ലാങ്ക് കോളം കാണും. അവിടെ നമ്മൾ ആധാർ കാർഡ് എന്നെഴുതണം. ആധാർ കാർഡ് നമ്പർ എന്നെഴുതിയിട്ട് നമ്മുടെ ആധാർ കാർഡിന് നമ്പർ 12 അക്ക നമ്പർ നമ്മൾ എഴുതി വെക്കണം കേട്ടോ. ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ട പേപ്പറിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും സംശയം ഉണ്ട് അവരോട് ചോദിച്ചാൽ മതി, അവർ പറയും. ഇത്രയും ചെയ്താലാണ് നിങ്ങൾ പ്രസൻ്റ് ആണെന്ന് അവർ വെരിഫൈ ചെയ്യുന്നത് കേട്ടോ. ആ കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അവർ 15 അല്ലെങ്കിൽ 20 മിനിറ്റ് പുതിയൊരു ഇൻവിലേറ്റർ നിങ്ങളുടെ റൂമിലേക്ക് കയറി വരുന്നത് കാണാം. അവരാണ് മെയിൻ ഓഫീസർ. ആ മെയിൻ ഓഫീസർ വന്ന് എത്ര പേര് പ്രസൻ്റായി എത്ര പേര് ആബ്സെൻ്റ് ആയെന്ന് ചോദിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കയറി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. നേരത്തെ തന്നെ ചെല്ലുക കേട്ടോ. ടെൻഷൻ അടിച്ച് കയറി ആകെ മൊത്തം വള്ളി ആക്കാതെ എല്ലാം നമ്മളൊരു സമയത്തിന് തന്നെ ചെയ്യുവാനായിട്ട് പ്രത്യേകം നോക്കുക. മഴയൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ബ്ലോക്കുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സെൻറ്റർ എത്ര ദൂരെയാണാവോ അതിന് ഒരു മണിക്കൂർ നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഷാൽ റൈറ്റ് ദർ നെയിം ആൻഡ് പുട്ട് ദർ സിഗ്നേച്ചർ ഓൺ ദി സ്പേസ് പ്രൊവൈഡഡ് ഇൻ ദി ഇൻഡിക്കേറ്റഡ് ഇൻ ദ അഡ്രസ് ലിസ്റ്റ് ആൻഡ് ഓൾസോ പുട്ട് ദർ സിഗ്നേച്ചർ അറ്റ് ദി ബോട്ടം സൈഡ് അക്രോസ് ദി ഫോട്ടോ. ഡു നോട്ട് സൈൻ ഓവർ ദി ഫേസ് ഇൻ ദി അഡ്രസ് ലിസ്റ്റ് പ്രൊവൈഡഡ് ഇൻ ദി എക്സാമിനേഷൻ കാർഡ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പേപ്പർ ഒരു A4 സൈസ് പേപ്പറിനകത്ത് നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെയും ഫോട്ടോ പതിച്ച പേരുള്ള ഒരു സാധനം തരും. അതിൻ്റെ അകത്ത് നമ്മുടെ ഫേസിന് കവർ ചെയ്യാതെ താഴെ കൂടി ഒന്ന് ഓവർ സൈൻ ചെയ്യണം. തൊട്ടിപ്പുറം നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊണ്ടുപോയ ആധാർ കാർഡെങ്കിൽ ആധാർ കാർഡ്, ലൈവ് ലൈസൻസ്, പാൻ കാർഡെങ്കിൽ പാൻ കാർഡ്, എന്താണാവോ നിങ്ങളുടെ ID പ്രൂഫ് അതിൻ്റെ നമ്പർ കാര്യങ്ങൾ എഴുതി വെക്കണം. പേരും ഡീറ്റെയിൽസും അവിടെ എഴുതി വെക്കണം കേട്ടോ. ആ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴെ പറയുന്നുണ്ട് നമുക്ക് എന്ത് വേണേൽ കൊണ്ടുപോകാം. അതായത് ഒന്നെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, പിന്നെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. മെയിൻലി നിങ്ങളൊരു ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ കൊണ്ടുപോകുന്നതായിരിക്കും എളുപ്പം കേട്ടോ. അതൊക്കെയാണ് നമ്പർ കുറച്ചുള്ളത്. ബാക്കിയെല്ലാം ഇസഡും യുവും ആൽഫബറ്റ്സ് എല്ലാം കയറി വരുന്നതാണ്. ആ പാടെ കൺഫ്യൂഷൻ ആക്കുന്നതാണ്. അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. പിന്നെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഹാളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഡിസ്റെസ്പെക്റ്റ് നമ്മൾ കാണിച്ചാൽ എക്സാമിൽ നിന്ന് ബാൻ ചെയ്യും. അതായത് ഒന്നുമില്ല, കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ബാൻ ചെയ്യും കേട്ടോ. അത്രയേ ഉള്ളൂ. അല്ല പുറകെ ഇടുന്നതുകൊണ്ട് തല പറഞ്ഞുകൊണ്ട് 2 എത്രയെന്ന് പുറകെയുള്ള B-കാരനോട് ചോദിച്ചാൽ അവൻ പറയും ചിലപ്പോൾ C ആണ്. അപ്പോൾ ടീച്ചർ വരെ ആ വഴിയിൽ അങ്ങ് പൊക്കോളാൻ പറയും കേട്ടോ. അപ്പം അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കുക. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ടീച്ചർമാരും വന്നിരുന്ന് ചെക്ക് ചെയ്യും കേട്ടോ. മെയിൻ ഓഫീസർ വന്ന് ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് OMR ഷീറ്റിൻ്റെ കാര്യമാണ്. ഇവിടെ പറഞ്ഞ OMR ഷീറ്റ് ബബിൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ OMR ഷീറ്റ് ബബിൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കണ്ടോ. ഇപ്പോൾ ABCDക്കകത്ത് കൃത്യമായിട്ട് ഈ രീതിയിൽ വേണം ബബിൾ ചെയ്ത് മാറുവാനായിട്ട്. അല്ലാതെ അതിൻ്റെ പുറത്ത് പോയോ അതല്ലെങ്കിൽ കവറാക്കിയോ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കണ്ടോ ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ച് വീഴും. പക്ഷേ 1/3 ഭാഗം മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റ്യൻ തെറ്റിയാൽ കുറയും. അതായത് 0.33 മാർക്ക് വെച്ച് നിങ്ങളൊരു ഉത്തരം തെറ്റിച്ചാൽ കുറയും. പിന്നെ യൂസ് ബോൾ പെന്നുള്ളി കേട്ടോ. ബോൾ പെൻ മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലാതെ ഇങ്ക് പേനയോ ജെൽ പേനയോ ഒന്നും കൊണ്ടുപോയില്ല. ബോൾ പെന്നായിട്ടുള്ള റെഡ് അല്ലെങ്കിൽ ബ്ലാക്കാണ്, റെഡ് അല്ല ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് നിറമാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. പിന്നെ പാർട്ട് ബി OMR ഷീറ്റിലെ ഷുഡ് നോട്ട് ബി സെപ്പറേറ്റ് ബിഫോർ ദി എക്സാമിനേഷൻ ഓഫർ. അതായത് എക്സാമിനേഷൻ കഴിയുന്നതിന് മുമ്പേ ഇത് വലിച്ചു കീറി മാറ്റി വെക്കരുത് കേട്ടോ. എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷമേ ഇത് കീറി അവരുടെ കൊടുക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെയുള്ളത് നമ്മുടെ സിലബസും കാര്യങ്ങളുമാണ്. നമ്മളത് ഓൾറെഡി എല്ലാം കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം, വീണ്ടും ആവർത്തിക്കുന്നു, എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അവിടെയുള്ള ഇൻവിജിലേറ്ററോട് ചോദിക്കുക. അല്ലാതെ ചാടി കയറി അതിലൊക്കെ തിരിക്കുന്നതിനോട് ചോദിക്കാൻ പോകല്ലേ. അവനും ഒരു പക്ഷേ ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ 2 പേരുടെയും
ഈ OMR ഷീറ്റ് ഇൻവാലിഡ് ആവും. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് എന്ന് ചോദിക്കുക കേട്ടോ. അവിടെയുള്ള ആൾക്കാർ നിങ്ങൾ അസൈൻ ചെയ്തിരിക്കുക നിങ്ങളെ സഹായിക്കാനായിട്ടാണ്, അല്ല നിങ്ങളെ അവിടെ നിന്ന് ദേഷ്യപ്പെടാനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ എണ്ണീറ്റും ചോദിക്കുക, ടീച്ചർ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സാറേ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്, എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ ഓടി നമ്മുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു തരും, ഇത് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിക്കുക. അല്ലാതെ എനിക്ക് ചോദിക്കാൻ നാണക്കേടാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. എഴുന്നേറ്റ് എന്ന് അവരോട് ചോദിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും OMRനകത്തോ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തോ എന്തെങ്കിലുമൊക്കെ എററും കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ചോദിക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതുന്ന കാര്യത്തിലും പ്രൊസീഡ് ചെയ്യുന്ന കാര്യത്തിലും പ്രത്യേകം നോക്കുക. അവിടെ ഉള്ളവർ നിങ്ങളെ സഹായിക്കാനായിട്ടാണ്, അല്ല നിങ്ങളെ വഴക്ക് പറയാനായിട്ടല്ല കേട്ടോ. അതുകൊണ്ട് അത് ഓർത്തൊന്നും ആരും പേടിക്കണ്ട. മാക്സിമം നിങ്ങൾ വിനിയോഗിക്കുക, നേരത്തെ ചെല്ലുക, OMR ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക. ആദ്യത്തെ 30 മിനിറ്റിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. ഈ OMRൽ ഈ സൈഡൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ യാതൊരു, പ്രത്യേകിച്ച് ഈ പാർട്ട് എയിലും പാർട്ട് ബിയിലും കേട്ടോ, ഇതിലെ OMR ഷീറ്റിൻ്റെ അത് യാതൊരു തെറ്റും വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് പിന്നെ നമുക്ക് മാറ്റി തരത്തില്ല. ബാക്കിയുള്ള കണക്കുകൾ അവർക്ക് കാണിക്കേണ്ടതാണ്. ബാക്കി എത്ര എണ്ണം ക്യാൻസൽഡായി, എത്ര പേര് വന്നില്ലെന്നുള്ളത് കാണിക്കേണ്ടതാണ്. അവരതേ വെട്ടിക്കുത്തിക്കൊണ്ട് ഇങ്ങനെ വെട്ടിയിട്ട് ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അവിടെ എഴുതി വെക്കത്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ളതല്ല. സോ ഒരു OMR ഷീറ്റ് നിങ്ങൾക്ക് തന്നാൽ അത് മാത്രമേ അവസാനം വരെ നിങ്ങളുടെ കയ്യിലുള്ളൂ. തെറ്റ് കൂറ്റിയിൽ വരുത്താൽ അവർ ഉത്തരവാദികളല്ല കേട്ടോ. റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ സൈറ്റിനകത്ത് എഴുതി വരും ഇൻവാലിഡ് OMR ഷീറ്റ് ഡീറ്റെയിൽസ് എന്ന് എഴുതി വരും. അതുകൊണ്ട് തീർന്നു കേട്ടോ. പരീക്ഷ എളുപ്പമാണെങ്കിലും ലിസ്റ്റ് വരേണ്ട ആളാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആരോടും കംപ്ലൈൻറ്റ് പോകാൻ പറ്റത്തില്ല. നേരത്തെ തന്നെ ഇതൊക്കെ അറിവുള്ളതെന്ന് പറഞ്ഞ് അവർ കൈ മലത്തും. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് റൂൾസ് ഫോളോ അപ്പ് ചെയ്ത് തന്നെ പോവുക. ഈ ആദ്യം കാണുന്ന കോളത്തിൽ ഒന്നും എഴുതില്ല കേട്ടോ. ഇൻവിജിലേറ്റർ വന്ന് കണ്ടോ, ഈ കാണുന്ന കോളത്തിൽ ഇൻവിജിലേറ്റർ വന്ന് സൈൻ ഇട്ടോളും. നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ സൈൻ ഒന്നും ഇടല് കേട്ടോ. ഓരോന്നും വായിച്ച് നോക്കണം. ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ വിത്തൗട്ട് നെയിം, പുള്ളിക്കാരൻ ക്ലാസ്സിൽ ആരാണ് വരുന്നത് അവർ സൈൻ മാത്രമേ എടുത്തുള്ളൂ. അല്ല സാർ ഇതിനകത്ത് പേരോ ഡേറ്റോ ഒന്നും ഇട്ടില്ലെന്ന് അവങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണ്ട. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്നും വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, എഴുതാവുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് OMR ഷീറ്റിനകത്ത് ഒരു തെറ്റുകളും വരത്തില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണോ OMRൽ വന്ന് അടയാളപ്പെടുത്തുന്നതെന്ന് നോക്കുക. ഇപ്പോൾ സൈക്കോളജി ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈക്കോളജി ഏകദേശം ഒരു 60ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും, ഏകദേശം ഒരു 60 തൊട്ട് 80 വരെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സൈക്കോളജി വരുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ 61 തൊട്ട് 80 വരെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ സൈക്കോളജി ക്വസ്റ്റ്യൻ കണ്ടോ, ഇവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത്. ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് തുടങ്ങേണ്ടത്. ഈ ഒരു പാർട്ടിൻ്റെ ഇടയ്ക്കാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഒന്നും ബാക്കിയുള്ള ഇടയിലൊന്നും പോയി കറപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ പാർട്ട് നോക്കി നിങ്ങൾ ചെയ്തോ. യുക്തിപൂർവ്വം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ആദ്യം ചെയ്തു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ OMRനകത്തുള്ള ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്പറും കറക്റ്റായിട്ട് മാത്രമേ പോകാവുള്ളൂ. സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ ഒരു വട്ടം വരച്ചിടുക കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് എന്നാ വേണം കാണിക്കാം. OMR ഷീറ്റിൻ്റെ അതല്ല, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു വലിയ വട്ടം വരച്ചിട്ടു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ക്വസ്റ്റ്യൻ എല്ലാം അവസാനം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടേക്കുക കേട്ടോ. അറിയാവുന്നതെല്ലാം എഴുതി വരിക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ടിക്ക് ചെയ്യുക. അത് തന്നെയാണോ OMR ഷീറ്റിൽ ചെയ്തതെന്നും ഒന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. OMR ഷീറ്റിനകത്തല്ല നിങ്ങൾ അവിടെ ചെയ്തു, ഇതിനകത്ത് പെൻസിൽ കൊണ്ട് ഇവിടെ ഒരു ടിക്ക് കൊടുത്തു, ചെയ്യരുത്. OMR ഷീറ്റ് ഇൻവാലിഡ് ആകും കേട്ടോ. OMR ഷീറ്റിനകത്ത് ജസ്റ്റ് ബബിളിങ് മാത്രമേ നടക്കത്തുള്ളൂ, വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല കേട്ടോ. അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ഇട്ട് തരാം, ഒന്നുകൂടി നോക്കി പഠിച്ചോ. ഈ സാധനം തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളെ കിട്ടാൻ പോകുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ക്ലാസ്സിൽ ഒരു ടീച്ചർ കാണും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മെയിൻ സൂപ്രണ്ട് സാർ കയറി വരും. അവരോടാണെങ്കിലും ചോദിക്കാം, സാർ ഇതെന്നാ സംഭവം എന്ന് ചോദിക്കാം കേട്ടോ. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അല്ലാതെ അവിടെ വരുന്ന ആരും നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ കൊല്ലാനോ തിന്നാനോ ഒന്നും വരത്തില്ല. എഴുന്നേറ്റ് നിന്ന് ചോദിച്ചാൽ മാത്രം മതി. വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു തരും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ മെഡിസിനൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരോട് പറഞ്ഞു വെക്കുക, ഇന്ന സമയമാകുമ്പം സാറേ ടീച്ചർ എനിക്ക് ഗുളിക കഴിക്കാനുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ വെള്ളവും ഗുളികയും ടീച്ചറെ കൊടുപ്പിച്ചേക്കുക, അവരെയൊക്കെ എടുത്ത് തന്നോളും കേട്ടോ. അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. പിന്നെ സമയം അറിയണമെങ്കിൽ ഇൻവിജിലേറ്റർ ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം എന്നും പറഞ്ഞ് ഓരോ 5 മിനിറ്റിലും ആ ടീച്ചറുടെ സമയം എത്ര എന്തെങ്കിലും ചോദിക്കില്ല. ബാക്കിയുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. നമുക്കുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഡീസൻ്റായിട്ട് ചോദിക്കാം, സമയം എത്ര ഇന്നത്തെ സമയം ലെഫ്റ്റായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലാതെ ക്ലാസ് റൂമിൽ ഒബ്വിയസ്ലി ക്ലോക്ക് കാണത്തില്ല, നമ്മുടെ കയ്യിൽ വാച്ച് കാണത്തില്ല. ഒരു വാച്ചും അകത്ത് അലൗഡ് അല്ല. സ്മാർട്ട് വാച്ചും നോർമൽ വാച്ചും കാഷ്വൽ വാച്ചും ഡിജിറ്റൽ വാച്ചും ഒന്നും തന്നെ അലൗഡ് അല്ല. വരുന്ന ഇൻവിജിലേറ്റർ കയ്യിൽ അല്ലെങ്കിൽ ഫോണിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റത്തുള്ളൂ,
സമയം കാണാനായിട്ട് അറിയാനായിട്ടുള്ള വഴിയുള്ളൂ. പിന്നെ അവസാനത്തെ 15 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റിൽ മാത്രമേ ഒരു ബെല്ലടിച്ച് ഉള്ള ഇത് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സമയവും നമുക്ക് അറിയില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററോട് ചോദിച്ചാൽ അത് എത്ര സമയം കൂടി ബാക്കിയുണ്ട് എന്ന് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റുകൾ വരുത്താതിരിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ച് ബി.എഡുകാർക്ക് നാളെ UP കൊണ്ട് തീരുവാണ്. ബാക്കിയുള്ളവർക്ക് LP അടുത്ത 20-ാം തീയതി വരുന്നുണ്ട്. അതിലേക്കൊരു ചൂടുപൊടി ആയിക്കോട്ടെ, ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നേരത്തെ കിടന്നുറങ്ങുക കേട്ടോ. നാളെ കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ, ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്യുക, കൂളായിട്ട് പോയി പരീക്ഷ എഴുതുക. ടെൻഷനൊന്നും അടിക്കണ്ട. ഒബ്വിയസ്ലി പരീക്ഷ പേപ്പർ ഒരു നോർമൽ ലെവലിലും എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വരത്തുള്ളൂ. നമ്മളോട് ഇത്രയൊക്കെ പഠിച്ചതൊക്കെ അല്ലേ. സോ പോസിറ്റീവായിട്ട് തന്നെ നീക്കുക, പോസിറ്റീവായിട്ട് തന്നെ പോവുക. യെസ്, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയിലുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, പരസ്പരം എല്ലാവരും സർവീസിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യെസ്, എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിച്ചോ. സംശയമുണ്ടോ ആർക്കെങ്കിലും?